ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിൽ നമുക്ക് അടുത്തതായി എടുക്കാനുള്ള ടോപ്പിക്കാണ് ഇ വേസ്റ്റ്. ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വേസ്റ്റ്. ഇപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് എക്യുപ്മെൻസിൻ്റെയോ അതല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്രൊഡക്ട്സിൻ്റെയോ ഉപയോഗശൂന്യമായ വേസ്റ്റിനെയാണ് ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ടെക്നോളജി മാറിയിട്ട് ഉള്ള വേസ്റ്റ് ആവാം. അപ്പോൾ ടെക്നോളജി മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ നമ്മളെ കയ്യിൽ വെറും കീപാഡ് ഫോൺസുകളായിരുന്നു അല്ലേ. ഇപ്പോൾ ഫുള്ള് ടെക്നോളജി മാറിയത് എന്തായി? ടച്ച് ഫോൺസായി. അപ്പോൾ പലതരത്തിലുള്ള കീബോർഡ് ഫോൺസും ഇന്ന് ഇലക്ട്രോണിക് വേസ്റ്റുകളായിട്ട് പുറന്തള്ളപ്പെട്ടു. അതേപോലെ തന്നെ നമ്മളെ ഫാഷനിലും സ്റ്റൈലിലും സ്റ്റാറ്റസിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മളുടെ പല പ്രൊഡക്ട്സിനെയും നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ പ്രൊഡക്റ്റിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗശൂന്യമാകുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഓർ ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് അവിടെ വേസ്റ്റായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിന് അതല്ലെങ്കിൽ അത്തരം വേസ്റ്റുകളെയാണ് നമ്മൾ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺസ്, DVD പ്ലെയേഴ്സ്, ലാപ്ടോപ്സ്, TVs, MP3 പ്ലെയേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ ഹൗസ് ഹോൾഡ് അപ്ലയൻസും ഒക്കെ ഇതിൽ പെടുന്നതാണ്. മെഷീൻസ്, വാഷിംഗ് മെഷീൻസ്, വാക്യൂം ക്ലീനർ, ഡ്രയേഴ്സ്, ഫ്രിഡ്ജസ്, അയൺസ്, എയർ കണ്ടീഷൻ, കോഫി മെഷീൻ, ഇൻഫർമേഷൻ ടെക്നോളജി ഐറ്റംസ്, ഫാക്സ് മെഷീൻ, പ്രിൻ്റർ, ടെലിഫോൺ, PC. അപ്പോൾ ഇതൊക്കെ വേസ്റ്റിന് നമുക്ക് എന്തെന്ന് പറയാം? ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയാം. ഈ ഇലക്ട്രോണിക് വേസ്റ്റ് നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഇത് ഇലക്ട്രോണിക് വേസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നത്? ഇത് നമ്മുടെ നാച്ചറിനും എൻവിറോൺമെൻറ്റിനും ഹെൽത്തിനൊക്കെ ഒരുപാട് ബാഡായിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പഠിക്കാനാണ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസാണ് ഈ വേസ്റ്റിനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരാനും അതല്ലെങ്കിൽ നമ്മുടെ ഈ എൻവിറോൺമെൻറ്റിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരാനൊക്കെ ഈ വേസ്റ്റ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, അതിൽ കുറച്ച് ഇമ്പാക്ട്സ് പറയുന്നുണ്ട് ഈ വേസ്റ്റിൻ്റെ. അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റും പറയുന്നുണ്ട്, ഇക്കണോമിക്കൽ ഇമ്പാക്റ്റും പറയുന്നുണ്ട്. എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് പറയുകയാണെങ്കിൽ എയർ പൊല്യൂഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതേപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു പ്രോബ്ലമായിട്ട് പറയുന്നുണ്ട്. ആ വേസ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് എന്താണ്? ഒരു എൻവിറോൺമെൻറ്റൽ പ്രോബ്ലമാണ്. അതേപോലെ തന്നെ ഈ ടൈപ്പ് ഓഫ് വേസ്റ്റ് നമ്മളെ ടോക്സിസിറ്റി അപകടകരമാണ്. അതേപോലെ കൂടുതൽ റേഡിയേഷൻസ് നാച്ചുറൽ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മളെ ഹ്യൂമനും സോയിലിനും അനിമൽസിനൊക്കെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. അതേപോലെ എയർ പൊല്യൂഷൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഡിസ്പോസൽ പ്രോബ്ലം ഒക്കെ എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആയിട്ട് പറയുന്നതാണ്. നെക്സ്റ്റ് ഇക്കണോമിക് ഇമ്പാക്റ്റ് ആണ് പറയുന്നത്. ഇക്കണോമിക് ഇമ്പാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഹെൽത്തിനൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഈ വേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പബ്ലിക്കിന് ഹെൽത്ത് കെയറിലേക്ക് വേണ്ടിയിട്ട് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഇതിന് വേണ്ട എൻവിറോൺമെൻറ്റിന് ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ എൻവിറോൺമെൻറ്റ് റെമഡിയേഷൻ ടെക്നോളജീസൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ മോർ എക്സ്പെൻസീവ് ആയിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രോഗ്രാംസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് റീസൈക്കിൾ ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ പോസിബിലിറ്റിനെ ഇവിടെ ഇക്കണോമിക് ഇമ്പാക്റ്റ് ആയിട്ട് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ലോസ്റ്റ് ഉണ്ടാവുന്നതാണ്. കാരണം നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചതിന് വീണ്ടും റീസോഴ്സ് എന്ത് ചെയ്യാണ്? റീയൂസ് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ജോലി സാധ്യതകൾ അവിടെ കുറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഓസോൺ പാളികളിലുള്ള പ്രശ്നങ്ങൾ, ഈ വേസ്റ്റ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളെ വെതർ കണ്ടീഷൻസിന് എന്ത് ചെയ്യുന്നുണ്ട്? അൺപ്രഡിക്റ്റബിൾ ആവുന്ന മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ വേൾഡിൽ ഈ വേസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസൽ കൺവെൻഷൻ സ്വിറ്റ്സർലാൻഡിലെ ജനേവ എന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതിന് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞു. അതന്നെ ഇതിൽ പറയുന്നുണ്ട്. നമ്മളെ എൻവിറോൺമെൻറ്റിലും ഹെൽത്തിനൊക്കെ ഈ അപകടകരമായ വേസ്റ്റ് എന്തുണ്ട്? കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്.
പിന്നെ ചെയ്യണൊരു പരിപാടിയാണ് നമ്മൾ ആ സിംഗം 3 തന്നെ തോന്നുള്ളൂ, സിംഗം 2 സിംഗം 3 പുറത്ത് മറ്റേ സിംഗപ്പൂരിൽ നിന്നോ സ്വിറ്റ്സർലാൻഡിൽ നിന്നൊക്കെ അവിടുത്തെ വില്ലൻ നമ്മുടെ ഇന്ത്യയിലേക്ക് നമ്മുടെ മെഡിക്കൽ വേസ്റ്റും ഇലക്ട്രോണിക് വേസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഈ ഡെവലപ്പിംഗ് കൺട്രീസിലേക്കാണ് ഈ വേസ്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, തള്ളിവിടുന്നത്. അത് ശരിക്ക് ജനറലായിട്ട് റിയലായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ഏഷ്യൻ കൺട്രീസ് എന്നൊക്കെ പറയുന്നതൊക്കെ ഡെവലപ്പിംഗ് കൺട്രീസാണ്, ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഈ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത് അത്രയും തോനെയായിരിക്കും. അപ്പോൾ അവരൊക്കെ ഈ ഏഷ്യൻ കൺട്രീസിലാണ് ഈ ഒരു വേസ്റ്റ് കൊണ്ട് പുറന്തള്ളുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ മൊത്തം വേൾഡിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു സ്ട്രാറ്റജിക് പ്ലാന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇല്ലാതാക്കാൻ എന്തൊക്കെ പ്ലാൻസാണ് നടപ്പാക്കുക എന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നടന്ന ഒരു കൺവെൻഷനാണ് ബേസൽ കൺവെൻഷൻ, സ്വിറ്റ്സർലാൻഡ് ജനീവ എന്ന സ്ഥലത്താണ് അത് നടന്നിട്ടുള്ളത്. അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളെ ലീഗൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ആൻഡ് ഗൈഡ്ലൈൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതുവരെയുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഗ്യാദർ ചെയ്തിട്ട് അതിന് എങ്ങനെയാണ് അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ള ട്രെയിനിങ് കൊടുക്കലൊക്കെയാണ് അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുക എന്നാണുള്ളത്. അതിൽ കുറച്ച് 3-4 ടെക്നിക്കുകൾ ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ടെക്നിക്കായിട്ട് പറയുന്നതാണ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. അതിൽ പറയുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മൾ മെറ്റീരിയൽസിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് മാക്സിമം എമൗണ്ട് ഓഫ് ഈ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. എപ്പോഴും ഈ റോ മെറ്റീരിയൽ എപ്പോഴും ഹസാർഡസ് മെറ്റീരിയലും ഉണ്ടാവും, നോൺ ഹസാർഡസ് മെറ്റീരിയലും ഉണ്ടാവും. അതായത് നമുക്ക് അപകടകരമായ ഹെൽത്തിനും ബാക്കി കാര്യം അപകടകരമായ മെറ്റീരിയലും അതിന് വലിയ കുഴപ്പമില്ലാത്ത മെറ്റീരിയൽസും എന്തെയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഹസാർഡസ് മെറ്റീരിയൽസ് മാക്സിമം എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. അങ്ങനെ മാക്സിമം റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്കിലുണ്ടാകുന്ന റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് ഈ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്ട്രിക്റ്റ് ട്രാക്കിംഗ്, ഇൻവെൻ്ററി ട്രാക്കിംഗ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണം. പിന്നെ പർച്ചേസ് പ്രൊസീജിയേഴ്സ് നമുക്ക് എന്താണോ വേണ്ടത് നീഡഡ് ബേസിസിൽ മാത്രമായിരിക്കണം പർച്ചേസ് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത്. അതേപോലെ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലേക്ക് മാത്രം എന്ത് ചെയ്താൽ മതി, ആ എമൗണ്ട് ഓഫ് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്താൽ മതി, അധികം എന്ത് ചെയ്ത് പർച്ചേസ് ചെയ്ത്. ഇതൊക്കെ ഇൻവെൻ്ററി മാനേജ്മെൻറ്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അടുത്തത് പ്രൊഡക്ഷൻ പ്രോസസ് മോഡിഫിക്കേഷൻ. നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാലും നമുക്ക് മാക്സിമം ഈ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാം എന്നാണ് ഈ ഒരു ടെക്നിക്കിൽ പറയുന്നത്. അപ്പോൾ ഇതിലതെങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത് വെച്ചിട്ടാ, നമ്മളെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് ചേഞ്ച് ചെയ്യുക, അതായത് ഹസാർഡസ് മെറ്റീരിയൽ ചേഞ്ച് ചെയ്യുക. അതൊപ്പം തന്നെ ഇൻപുട്ടിൻ്റെ എഫിഷ്യൻസി ആയിട്ടുള്ള ഇൻപുട്ട് എന്ത് ചെയ്യുക, ഇൻപുട്ട് മെറ്റീരിയൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുക. ഈ 2 കാര്യങ്ങളും പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ചേഞ്ചസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പ്രോസസ് എക്വിപ്മെൻറ്റ്. ഓപ്പറേഷനിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക, അതേപോലെ എക്വിപ്മെൻറ്റിൻ്റെ മെയിൻ്റനൻസും ഇമ്പ്രൂവ് ചെയ്യുക. ഈ 2 ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെയും നമുക്ക് വേസ്റ്റ് റിഡക്ഷൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതേപോലെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഹസാർഡസ് മെറ്റീരിയൽ മാക്സിമം റെഡ്യൂസ് ചെയ്യാനും ഈ പ്രൊഡക്ഷൻ പ്രോസസ് മോഡിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഹസാർഡസ് മെറ്റീരിയൽ മാത്രമാണ് ഇപ്പോൾ അവിടെ യൂസ് ചെയ്യാൻ പറ്റൂ എങ്കിൽ അത് എന്ത് ചെയ്യുക, ഒരു ലെസ് ഹസാർഡസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. മാക്സിമം ഹൈ ഹസാർഡ്സ് ഉണ്ടാകുന്ന മെറ്റീരിയൽസിന് പകരം ലെസ് ഹസാർഡ്സ് ഉണ്ടാകുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. ഇതൊക്കെ പ്രൊഡക്ഷൻ പ്രോസസ് മോഡിഫിക്കേഷനിൽ പറയുന്ന ടെക്നിക്കാണ്. നെക്സ്റ്റ് മറ്റൊന്നാണ് വോളിയം റിഡക്ഷൻ. നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഈ വേസ്റ്റിൽ പറയുന്നതാണ് വോളിയം റിഡക്ഷൻ. അതിലൊരു സിമ്പിൾ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നോൺ ഹസാർഡസ് പോർഷനിൽ നിന്ന് ഹസാർഡസ് പോർഷൻ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക.
അത്ര മാത്രമാണ് വോളിയം റിഡക്ഷനിൽ ചെയ്യുന്നുള്ളൂ. റിമൂവ് ദി ഹസാർഡസ് പോർഷൻ ഓഫ് എ വേസ്റ്റ് ഫ്രം നോൺ ഹസാർഡസ് പോർഷൻ. അപ്പം നോൺ ഹസാർഡസ് പോർഷനിൽ വല്ല ഹസാർഡസ് പോർഷനും ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് വോളിയം മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് മെറ്റീരിയലിൽ ഉണ്ടാവുന്ന വേസ്റ്റും റിമൂവ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. അടുത്തത് റിക്കവറി ആൻഡ് റീയൂസ്. അതാ പറയുന്നതിൽ തന്നെ നമുക്ക് എഴുതാവുന്നത് റിക്കവറി ആൻഡ് റീയൂസ്. വല്ല വേസ്റ്റും വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും റിക്കവർ ചെയ്തിട്ട് അത് വീണ്ടും എന്ത് ചെയ്യുക, റീയൂസ് ചെയ്യുക. അങ്ങനെ റീയൂസ് ചെയ്യുമ്പോൾ അത് ആ ഒരു വേസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. അതിന് നമുക്ക് അങ്ങനെ ചെയ്യാൻ നമുക്ക് ഒരുപാട് ലാഭങ്ങളുണ്ട്. ആ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ട കോസ്റ്റ് നമുക്ക് ലാഭമാവും. അപ്പോൾ അതിന് പകരം വേറെ റോ മെറ്റീരിയൽ മേടിക്കേണ്ട ആ കോസ്റ്റ് എന്താണ്, ലാഭമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ലാഭമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ഈ വേസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് റിക്കവർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, വീണ്ടും റീയൂസ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സസ്റ്റൈനബിൾ പ്രൊഡക്റ്റ് ഡിസൈൻ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി നമ്മൾ ഡിസൈൻ കൊടുക്കുമ്പോൾ മാക്സിമം നോൺ ഹസാർഡസ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. കാരണം അതൊരു ഡിസൈൻ മാത്രമാണ്. ആ ഓൾറെഡി അതിൻ്റെ ഉള്ളിലുള്ള, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സി പി യു എന്ന് പറയുമ്പോൾ അതിൻ്റെ ബോഡിക്ക് സി പി യുമായിട്ട് എന്തില്ല, ഒരു കണക്ഷനും ഇല്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ആ പാർട്സുകൾക്കാണ് എന്തുള്ളത്, ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അത് ചിലപ്പോൾ നമുക്ക് ഹസാർഡ്സായ മെറ്റീരിയൽ മാത്രമേ അതിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ആ സി പി യുവിനെ കവർ ചെയ്യുന്ന ആ സ്റ്റീൽ ബോഡിയിൽ ഹസാർഡ് പോർഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം, അത് ഒഴിവാക്കാം. അപ്പോൾ ഡിസൈനിങ് പ്രോസസ്സിൽ ഹസാർഡ് പോർഷൻ മാക്സിമം എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ്, അപ്പോൾ അത്രയാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മാനേജ്മെൻറ്റ് ഓഫ് ഇ വേസ്റ്റ് ഇൻ ഇന്ത്യ. എങ്ങനെയാണ് ഇന്ത്യയിലെ ഇ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് എന്നാണ് ടോപ്പിക്ക്. പക്ഷെ ഇതിൽ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഡെവലപ്ഡ് കൺട്രീസ് ഇ വേസ്റ്റ് കൊണ്ട് പുറന്തള്ളുന്നത് നമ്മുടെ ഇന്ത്യ അടങ്ങുന്ന ഏഷ്യൻ കൺട്രീസിലാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം നമ്മളെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ഡെവലപ്ഡ് കൺട്രീസ് ഒരു മോണോപ്പൊളി ആയിട്ട് എന്ത് ചെയ്യാണ്, വേൾഡിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ഏഷ്യൻ കൺട്രീസിൽ ചീപ്പ് ലേബറും അതേപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ സ്റ്റാൻഡേർഡ്സും എന്താണ്, കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് അവർ ഈ ഡെവലപ്ഡ് കൺട്രീസ് ഇങ്ങനത്തെ ഏഷ്യൻ കൺട്രീസിലേക്ക് ഈ വേസ്റ്റുകൾ പുറന്തള്ളുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് ഇതിൽ പറയുന്നുണ്ട്, കുറച്ച് പോയിന്റുകളായിട്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് എ കോംപ്രിഹെൻസീവ് ലോ ദാറ്റ് പ്രൊവൈഡ്സ് ഇ വേസ്റ്റ് റെഗുലേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ഇതിന് തക്കതായൊരു കോംപ്രിഹെൻസീവ് ലോ നിർമ്മിക്കണം എന്നാണ് പറയുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ എന്താണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അതേപോലെ തന്നെ ഇതിന് റെഗുലേറ്റ് ചെയ്യാൻ ഓരോ ജില്ലകളിലും പ്രത്യേകം ഏജൻസികൾ എന്ത് ചെയ്യണം, സെറ്റപ്പ് ചെയ്യണം. അതേപോലെ തന്നെ ഇതിനെ ഈ വേസ്റ്റിന് മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള റിസർച്ചും ഡെവലപ്മെൻറ്റിന് എൻകറേജ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഇ വേസ്റ്റ് കൊടുന്ന് ഡംപ് ചെയ്യുന്നതിന് എതിരെ സ്ട്രിക്റ്റ് റെഗുലേഷൻസ് എൻഫോഴ്സ് ചെയ്യണം എന്നും ഒക്കെ ഉള്ളത് നമ്മുടെ ഗവൺമെൻറ്റിനുള്ള റെസ്പോൺസിബിലിറ്റീസാണ്. അതേപോലെ നമ്മുടെ ഇൻഡസ്ട്രികളിലും ഇങ്ങനെ ഇ വേസ്റ്റ് പുറന്തള്ളുന്നതിന് ഉള്ള സ്ട്രിക്റ്റ് റെഗുലേഷൻസും അങ്ങനെ ചെയ്യുകയാണ്, അതിന് ഹെവി ഫൈൻസും എൻഫോഴ്സ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനും അത് മറ്റു ഓർഗനൈസേഷനും വേണ്ട സപ്പോർട്ട്, ഈ വേസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കണം. അതേപോലെ ഗവൺമെൻറ് റീസൈക്കിൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ വേസ്റ്റിൽ ഒരു ഇൻഡസ്ട്രീസിൻ്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് പറയുന്നതാണ് ഈ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നവർ അതിൻ്റെ ഔട്ട്പുട്ടിലുണ്ടാകുന്ന ഹസാർഡ്സിനും റെസ്പോൺസിബിൾ ആയിരിക്കണം. അതായത് അതിനെങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ള ഓപ്ഷനും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യണം. ഈ വേസ്റ്റിൽ ഹാൻഡിൽ ചെയ്യുന്ന പേഴ്സണൽസ് അവർ
ക്വാളിഫൈഡ് ആൻഡ് ട്രെയിൻഡ് ആയിരിക്കണം. അതേപോലെ എല്ലാ ഓർഗനൈസേഷനും കമ്പനികളും വേസ്റ്റ് മിനിമൈസ് ചെയ്യാനുള്ള ടെക്നിക്സ് അവരുടെ ഓർഗനൈസേഷനിൽ അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എല്ലാ മാനുഫാക്ചേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും റീറ്റെയിലേഴ്സും ഒക്കെ അവരുടെ അണ്ടറിൽ വരുന്ന ഈ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്പോസൽ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ മോണിറ്റർ, ടെലിവിഷൻ സെറ്റ്, അതർ ഇലക്ട്രോണിക് ഡിവൈസൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ് അവരുടെ കസ്റ്റമറിനെ ഇതിൽ മൂലം ഉണ്ടാകുന്ന ഹെൽത്ത് പ്രോബ്ലംസും എൻവിറോൺമെൻ്റൽ ഇഷ്യൂസൊക്കെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരു ഇൻഡസ്ട്രീസിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസാണ്. നെക്സ്റ്റ് അതേപോലെ തന്നെ ഓരോ സിറ്റീസിൻ്റെ റെസ്പോൺസിബിലിറ്റീസും നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സിറ്റീസിന് ചെയ്യാൻ കഴിയുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഓപ്ഷൻസും റീസൈക്ലിംഗ് ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം മാക്സിമം ആ ഒരു വേസ്റ്റ് ഇല്ലാതാക്കാൻ, അങ്ങനെ വേസ്റ്റ് ഉണ്ടാവരുത്, ഇലക്ട്രോണിക് വേസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യുകയാണ് ഒരു സിറ്റിസൺ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ നമ്മൾ ഒരു പുതിയ ഒരു ടി വി മേടിക്കുകയാണ്. നമ്മളെ പഴയ ടി വി എന്താണ്, ഇത് വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിൽ അത് നമുക്കൊരു ഇ വേസ്റ്റ് ആണ്. അപ്പോൾ അത് ഇല്ലാത്ത ആളുകളുണ്ടാവില്ലേ, ഈ ലോവർ ഇൻകം ഫാമിലീസോ അതല്ലേ ഏത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ സ്കൂൾസോ, അങ്ങനെ ആർക്കെങ്കിലും എന്ത് ചെയ്യുക, ഡൊണേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നില്ല, ആ ഇ വേസ്റ്റ് ഉണ്ടാവുന്നില്ല. അത് നമ്മൾ വേറൊരാൾക്ക് എന്ത് ചെയ്യാണ്, കൊടുക്കണം. അപ്പോൾ അവരത് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു പോളിസിയാണ് നമ്മുടെ സിറ്റിസൺസ് ചെയ്യണം എന്നാണ് സിറ്റിസൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് 3 ഗവൺമെൻറ്റിൻ്റെയും ഇൻഡസ്ട്രീസിൻ്റെയും സിറ്റിസൻ്റെയും റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടേഴ്സും അതല്ലെങ്കിൽ എല്ലാ ഇൻഫർമേഷൻ ടെക്നോളജിയും നമ്മുടെ എൻവിറോൺമെൻറ്റിന് യാതൊരുവിധ പ്രശ്നവുമില്ലാതെ ഉപയോഗിക്കുന്നതിനെയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എൻവിറോൺമെൻ്റൽ ഇമ്പാക്റ്റിനെ മാക്സിമം മിനിമൈസ് ചെയ്തുകൊണ്ടും അതേപോലെ ഇക്കണോമിക്കൽ വയബിലിറ്റി മാക്സിമൈസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ സോഷ്യൽ ഡ്യൂട്ടീസ് എൻഷുർ ചെയ്തിട്ടുമായിരിക്കണം നമ്മുടെ കമ്പ്യൂട്ടർ റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ എല്ലാത്തിനും ഒരുമിച്ച് പറയുന്ന പേരാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നല്ല എഫിഷ്യൻ്റായി നല്ല എഫക്റ്റീവായിട്ട് എൻവിറോൺമെൻറ്റിൽ യാതൊരുവിധ ഇമ്പാക്റ്റും ഇല്ലാതെ നമ്മുടെ കമ്പ്യൂട്ടേഴ്സ്, സർവേഴ്സ് അതേപോലെ അതുമായി ബന്ധപ്പെട്ട സബ് സിസ്റ്റംസ് ഡിസൈൻ ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുക, യൂസ് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നും പറയാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്കാണ് വൈ ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. എന്തുകൊണ്ടാണ് ഇവിടെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ ഒരുപാട് പവർ കൺസംഷൻ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് അതൊന്ന് ജനറേറ്റ് ചെയ്തിട്ട് നമ്മുടെ എൻവിറോൺമെൻറ്റിനെ അത് പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രീൻ കമ്പ്യൂട്ടിങ് വരുന്നതിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഉണ്ടാവണം എന്നതിൻ്റെ കുറച്ച് റീസൺസാണ് പറയുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സും ഇലക്ട്രോണിക് ഡിവൈസും ഒക്കെ ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആവശ്യമായി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹാംഫുള്ളായിട്ട് നമ്മൾ എൻവിറോൺമെൻറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പൊല്യൂഷനൊക്കെ ആയിട്ട് എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ ആൻഡ് വാട്ടർ പൊല്യൂഷൻ. അതേപോലെ മറ്റൊരു കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു, മോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ് ലോട്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതും നമ്മുടെ എൻവിറോൺമെൻറ്റിന് വളരെ ഹാംഫുള്ളായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് വരാനുള്ള മറ്റൊരു കാരണമാണ് നമ്മൾ കമ്പ്യൂട്ടർ റിസോഴ്സൊക്കെ
ലോഡ്സ് ഓഫ് ഹസാർഡസ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതും എൻവിറോൺമെൻറ്റിനെ റിയലായിട്ട് ഡാമേജ് ചെയ്യിക്കുന്നുണ്ട്. അതേപോലെ കമ്പ്യൂട്ടേഴ്സൊക്കെ നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ നമ്മൾ ടോക്സിക് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ സോൾഡറിങ്ങിനും മറ്റുമായിട്ടൊക്കെ. അതൊക്കെ നമ്മുടെ നേച്ചറിന് എന്താണ്, ഹാംഫുള്ളാണ് എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ഗ്രീൻ കമ്പ്യൂട്ടിങ് കൊണ്ടുവരുന്നതിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. പിന്നെ എൻവിറോൺമെൻറ്റിൻ്റെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് IT ലൈഫ് സൈക്കിൾ ഗ്രീനർ ആക്കാൻ വേണ്ടിയിട്ട് 4 കമ്പണൻസ് ഇതിൽ പറയുന്നുണ്ട്. അതിലെ ഒന്നാണ് ഗ്രീൻ യൂസ്. ഗ്രീൻ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്യേണ്ടത് ഹസാർഡസ് മെറ്റീരിയലിൻ്റെ യൂസേജ് മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കണം. അതാണ് ഗ്രീൻ യൂസിൽ പറയുന്നത്. നെക്സ്റ്റ് ഒന്ന് ഗ്രീൻ ഡിസ്പോസൽ. നമ്മൾ ഈ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യേണ്ടത് എൻവിറോൺമെൻറ്റിന് യാതൊരുവിധ ഇമ്പാക്റ്റും ഇല്ലാതെ ആയിരിക്കണം. അതിനെയാണ് ഗ്രീൻ ഡിസ്പോസൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്പണൻ്റാണ് ഗ്രീൻ ഡിസൈൻ. നമ്മുടെ ഈ ഒബ്ജക്ട്സൊക്കെ ഡിസൈൻ ചെയ്യേണ്ടത് നമ്മുടെ എൻവിറോൺമെൻറ്റുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിലായിരിക്കണം എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് അതിൽ പറയുന്ന 4ാമത്തെ കോമ്പണൻ്റാണ് ഗ്രീൻ മാനുഫാക്ചറിങ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടത് മാക്സിമം ഹസാർഡസ് മെറ്റീരിയൽസ് എലിമിനേറ്റ് ചെയ്തിട്ടായിരിക്കണം ഒരു ന്യൂ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഏത് ഇലക്ട്രോണിക് കോമ്പണൻറ്റോ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ അതിൻ്റെ അസോസിയേറ്റ് സബ്സിസ്റ്റംസൊക്കെ മാനുഫാക്ചർ ചെയ്യേണ്ടത് എൻവിറോൺമെൻറ്റിന് മിനിമൽ ഇമ്പാക്റ്റ് മാത്രം ഉണ്ടാക്കിയിട്ടായിരിക്കണം. അതല്ലാതെ എൻവിറോൺമെൻറ്റിന് മോസ്റ്റ് ഹസാർഡ്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടൊന്നും നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്കിതിലെടുക്കാനുള്ള ടോപ്പിക്കാണ് ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ കമ്പ്യൂട്ടിങ്. അപ്പോൾ എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിങ് ഉപയോഗിക്കുന്നതിലൂടെയുള്ള ബെനിഫിറ്റ്? അപ്പോൾ ഒന്നാമത്തെ ബെനിഫിറ്റ് നമുക്ക് എന്താണെന്ന് പറയുന്നത് എൻവിറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിയാണ്. നമ്മളെ ഈ ഗ്രീൻ കമ്പ്യൂട്ടിങ് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മളെ എൻവിറോൺമെൻറ്റിനെ ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണോ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ്. അതല്ലാതെ അതിന് യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല. നമ്മൾ പറഞ്ഞ പോലെ ഗ്രീൻ യൂസും ഗ്രീൻ ഡിസൈനും ഗ്രീൻ ഡിസ്പോസലും ഗ്രീൻ മാനുഫാക്ചറിങ്ങും ഒക്കെ യൂസ് ചെയ്യുന്നതിലൂടെ മാക്സിമം നെഗറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ബെനിഫിറ്റ്സാണ് ബെറ്റർ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് നമ്മളെ മാക്സിമം റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു പവർഫുൾ അപ്രോച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഇക്കണോമിക്കലി ഫ്രണ്ട്ലി മാനറിൽ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ബെനിഫിറ്റായിട്ട് പറയുകയാണ് കോസ്റ്റ് സേവിങ്. നമ്മൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ആയിട്ട് റിസോഴ്സൊക്കെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഓപ്പറേഷൻ കോസ്റ്റ് മാക്സിമം സേവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ഇംപ്രൂവ്ഡ് കോർപ്പറേറ്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഗ്രീൻ കമ്പ്യൂട്ടിങ് നമ്മളെ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സും കോംപ്ലയൻസും ഒക്കെ മീറ്റ് ചെയ്യുന്നതിലൂടെ അവരുടെ ആ കോർപ്പറേറ്റിലുള്ള ഒരു ഇമേജ് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഗ്രീൻ കമ്പ്യൂട്ടിങ് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ കസ്റ്റമർ ഡിമാൻഡ് ആൻഡ് എംപ്ലോയി ഡിമാൻഡും സസ്റ്റെയിൻ ചെയ്യാനും നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യാനും ഗ്രീൻ കമ്പ്യൂട്ടിങ് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഒരു ഗ്രീൻ കമ്പ്യൂട്ടിങ് പ്രാക്ടീസ് ഒന്ന് ചെറുതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് ഇപ്പോൾ നമ്മളെങ്ങനെ ഗ്രീൻ കമ്പ്യൂട്ടിങ് നമ്മുടെ വീടുകളിലോ അല്ലെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴൊക്കെ നടപ്പിലാക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മോണിറ്റർ ആവശ്യമില്ലാത്ത സമയത്ത് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുറത്ത് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ മോണിറ്റർ ഓണായി കിടക്കുകയാണെങ്കിൽ ഓഫ് ചെയ്യുമ്പോൾ അത്രയും നമുക്ക് എന്ത് ചെയ്യാം എനർജി സേവ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ CRT മോണിറ്റർ പോലെ ട്രഡീഷണൽ ഹൈ എനർജി യൂസ് ചെയ്യുന്ന മോണിറ്റേഴ്സ് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള LED LCD മോണിറ്റേഴ്സ് എന്ത് ചെയ്യുക ഉപയോഗിക്കുക. അതേപോലെ മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് യൂസ് ചെയ്യുക, എക്കണോമിക്കലി എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ഒക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ വാൾസ് യൂസ് ചെയ്യുക. പിന്നെ വൈറസിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുക ആൻറ്റി വൈറസും സ്പൈ വയറൊക്കെ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക. ഇതൊക്കെ വേസ്റ്റ് ഇൻക്രീസ് എമൗണ്ട് ഓഫ് വേസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്.
അപ്പോൾ അത്രയേ ഉള്ളൂ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് പ്രാക്ടീസസിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.